കാൽപന്തിൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടിയ ഒരു മഹായുദ്ധത്തിനൊടുവിൽ ഫ്രഞ്ച് കോട്ടകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സ്പെയിൻ തങ്ങളുടെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്ന് യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിൽ ഫ്രാൻസ് ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയിട്ടും ലാമിൻ യമാലിൻ്റെ ആ മാസ്മരിക ലോങ് റേഞ്ചറിലൂടെയും ഡാനി ഒൽമോയുടെ ഫിനിഷിങ്ങിലൂടെയും സ്പെയിൻ കളി തിരിച്ചുപിടിച്ച ആ ചരിത്ര രാത്രിയുടെ തനിയാവർത്തനമായിരുന്നു ഇത്. കടലാസിൽ ഫ്രാൻസിന് മുൻതൂക്കമുണ്ടായിരുന്നുവെങ്കിലും കളിക്കളത്തിൽ അവരുടെ സകല തന്ത്രങ്ങളും സ്പാനിഷ് മാന്ത്രികരുടെ കൃത്യമായ പ്ലാനിങ്ങിന് മുന്നിൽ തകർന്നടിഞ്ഞു. സ്വന്തം തന്ത്രങ്ങൾ എവിടെയോ മറന്നുപോയ വഴിതെറ്റിയ ഒരു ഫ്രഞ്ച് പടയെയാണ് ഗ്രൗണ്ടിൽ കാണാൻ കഴിഞ്ഞത്. ഈ കാൽപന്ത് യുദ്ധത്തിൻ്റെ വിധി നിർണയിച്ചത് സ്പെയിനിൻ്റെ മധ്യനിരയിലെ ത്രിമൂർത്തികളാണ്. റോഡ്രി, ഫാബിയൻ റൂയിസ്, ഡാനി ഓൾമോ സഖ്യം മൈതാനത്ത് കവിത മെനയുകയായിരുന്നു. കളി സ്പെയിനിൻ്റെ താളത്തിനൊത്ത് നിയന്ത്രിച്ചത് റോഡ്രി എന്ന കാവലാളാണെങ്കിൽ മുന്നേറ്റങ്ങൾക്ക് സർഗാത്മകത നൽകിയത് ഒൽമോയും ബോക്സ് ടു ബോക്സ് റോളിൽ ചോര നീരാക്കിയ ഫാബിയൻ റൂയിസുമായിരുന്നു. മറുഭാഗത്ത് ഫ്രാൻസിൻ്റെ കരുത്തുറ്റതെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന റാബിയോട്ട്, ചൗമേനി, മൈക്കൽ ഒലീസെ സഖ്യത്തെ ഈ സ്പാനിഷ് ത്രിമൂർത്തികൾ ശ്വാസം മുട്ടിച്ചു കളഞ്ഞു. ഫ്രഞ്ച് മധ്യനിരയിൽ നിന്ന് മുന്നേറ്റ നിരയിലേക്ക് പന്തുകൾ എത്താതിരിക്കാൻ റോഡ്രിയും റൂയിസും ചേർത്തുറപ്പിച്ച ആ പ്രതിരോധ കോട്ട ഫ്രാൻസിന് തകർക്കാൻ കഴിഞ്ഞില്ല. പ്രതിരോധ നിരയിലെ സ്പാനിഷ് മതിൽ കാഴ്ചകളായിരുന്നു ഈ മത്സരത്തിൻ്റെ മറ്റൊരു സൗന്ദര്യം. ലെഫ്റ്റ് ബാക്കിൽ ജീവൻ മരണ പോരാട്ടം നടത്തിയ മാർക്ക് കുക്കുറേല ഫ്രഞ്ച് വിങ്ങർമാരുടെ പേടി സ്വപ്നമായി മാറി. റൈറ്റ് ബാക്കിൽ പെഡ്രോ പോറോയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രതിരോധത്തിലും ഒപ്പം വിങ്ങുകളിലൂടെയുമുള്ള ഇടിമിന്നൽ മുന്നേറ്റങ്ങളിലും പെഡ്രോ ഒരുപോലെ തിളങ്ങി. ഡിഫൻസിൻ്റെ മധ്യത്തിൽ പരിചയസമ്പന്നനായ ഐമറിക് ലപ്പോർട്ടയും യുവതാരം കുബാർസിയും തമ്മിലുള്ള കെമിസ്ട്രി ഒരു അത്ഭുതം പോലെയാണ് വർക്ക് ചെയ്തത്. കിലിയൻ എംബാപ്പെ എന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കറിലേക്ക് എത്തിയേക്കാമായിരുന്ന എല്ലാ നിർണായക പാസുകളും ഈ സഖ്യം വായുവിൽ വെച്ച് തന്നെ മുറിച്ചെടുത്തു. എംബാപ്പയെ തികച്ചും നിസ്സഹായനാക്കാൻ ഇവർക്ക് കഴിഞ്ഞു. എംബാപ്പയിലേക്കുള്ള സപ്ലൈ ലൈൻ വിച്ഛേദിക്കുക എന്നതായിരുന്നു സ്പെയിനിൻ്റെ പ്രധാന ടാക്ടിക്സ്. വിങ്ങുകളിലൂടെ വേഗതയുടെ കൊടുങ്കാറ്റ് വിതറുന്ന ഉസ്മാൻ ഡെംബലെ, മൈക്കൽ ഒലീസെ എന്നിവരുടെ അറ്റാക്കിങ്ങുകളുടെ മുനയൊടിക്കാനും സ്പാനിഷ് ഡിഫൻസിന് എളുപ്പത്തിൽ സാധിച്ചു. ഫ്രാൻസിൻ്റെ വിങ് അറ്റാക്കുകളെല്ലാം സ്പാനിഷ് വിങ് ബാക്കുകളുടെ പ്രസ്സിങ്ങിൽ ഇല്ലാതായി. മത്സരത്തിൻ്റെ ആകാംക്ഷ അതിൻ്റെ കൊടുമുടിയിലെത്തിച്ചത് വണ്ടർ കിഡ് ലാമിൻ യമാലിൻ്റെ ആ മാന്ത്രിക ചുവടുകളാണ്. ഫ്രഞ്ച് പ്രതിരോധത്തെ കീറിമുറിച്ച് ബോക്സിലേക്ക് ഇരച്ചുകയറി സ്പെയിനിനായി ഒരു നിർണായക പെനാൽറ്റി വിൻ ചെയ്തു. ആ പെനാൽറ്റി സ്പാനിഷ് നിരയുടെ ആത്മവിശ്വാസം ആകാശത്തോളം ഉയർത്തി. പിന്നീട് കളി പൂർണ്ണമായും സ്പെയിനിൻ്റെ കൈകളിലായി. ഇതിനു പുറമെ മിഗേൽ ഒയർസബാലിൻ്റെ ക്ലിനിക്കൽ ഗോളും സ്പെയിനിൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്നതായി. ഫ്രാൻസ് ചില ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങളിലൂടെ സ്പാനിഷ് പ്രതിരോധം ഭേദിച്ചപ്പോഴൊക്കെയും ഇളകാത്ത ഒരു കോട്ട പോലെ വലകാത്തത് ഗോൾ കീപ്പർ ഉനായ് സിമോണാണ്. ഫ്രഞ്ച് പടയുടെ 1-2 ഉറച്ച ഗോൾ ശ്രമങ്ങളാണ് സിമോണിൻ്റെ അസാധ്യമായ റിഫ്ലക്സുകൾക്ക് മുന്നിൽ വീണുടഞ്ഞത്. മത്സരത്തിലുടനീളം അതീവ ശ്രദ്ധയോടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം സ്പെയിനിൻ്റെ വിജയത്തിൽ വലിയ പങ്കുവഹിച്ചു. കൃത്യമായ ടാക്ടിക്സോടെ കളത്തിലിറങ്ങിയ സ്പെയിൻ അർഹിച്ച വിജയം തന്നെയാണ് നേടിയത്. യൂറോ കപ്പിലെ തോൽവിയിൽ നിന്ന് ഫ്രാൻസ് ഒന്നും പഠിച്ചില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ മത്സരം. ഫ്രാൻസിൻ്റെ പക്കൽ ലോകോത്തര താരങ്ങളുണ്ടായിട്ടും ഒരു സംഘമായി അവരെ എങ്ങനെ പൂട്ടണമെന്ന് സ്പെയിൻ വീണ്ടും കാണിച്ചു വന്നു. തന്ത്രങ്ങൾ മെനയുന്നതിൽ സ്പെയിൻ വിജയിച്ചപ്പോൾ സ്വന്തം തന്ത്രങ്ങൾ ഗ്രൗണ്ടിൽ നടപ്പാക്കാൻ കഴിയാതെ ഫ്രാൻസ് വീണ്ടും പതറിപ്പോയി. വിശ്വ കാൽപന്ത് വേദിയിൽ കാളപ്പൂരിൻ്റെ ശൗര്യത്തോടെ പന്തു തട്ടുന്ന സ്പെയിൻ 2010 ആവർത്തിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്.